കേരളത്തിലെ കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിക്കടുത്ത് വെന്നിമല ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായൊരു ഹൈന്ദവ ക്ഷേത്രമാണ് വെന്നിമല ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ ശിലാവിഗ്രഹത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ഒന്നിച്ച് സാന്നിധ്യമരുളുന്ന അപൂർവ ക്ഷേത്രമാണിത്. ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ചേരമാൻ പെരുമാൾ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീരാമ ലക്ഷ്മണന്മാർക്കൊപ്പം ഹനുമാനും ഗണപതി, ശിവൻ, ശാസ്താവ്, ശ്രീകൃഷ്ണൻ, ഭഗവതി, സർപ്പദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ എന്നിവരും ഉപദേവതകളായുണ്ട്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലക്ഷ്മണസ്വാമിയാണ് പ്രതിഷ്ഠ. എങ്കിലും ഇവിടെ ശ്രീരാമനും സങ്കല്പത്തിലുണ്ട്. ജ്യേഷ്ഠൻ പറയുന്നത് അനുജനാണ് ഇവിടെ പ്രാധാന്യം, അനുജൻ പറയുന്നത് ജ്യേഷ്ഠനാണ് പ്രാധാന്യം. നമുക്കറിയാം രാമായണത്തിലെ ഈ ജ്യേഷ്ഠനും അനുജനും എല്ലായ്പ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നു. രാമനോടൊപ്പം എല്ലായ്പ്പോഴും ലക്ഷ്മണസ്വാമി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷ്മണസ്വാമി പറയുന്നത് ജ്യേഷ്ഠനാണ് ഇവിടെ പ്രധാന സ്ഥാനം. അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും ആവശ്യമായിട്ടുള്ള പൂജകൾ, രണ്ടുപേരെയും സങ്കല്പിച്ചിട്ടുള്ള പൂജകളാണ് ഇവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ നടയിൽ, ഒരു നടയിൽ 2 കൊടിമരമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വെന്നിമല ശ്രീരാമ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. കുംഭമാസത്തിൽ രോഹിണി നാളിൽ ആറാട്ടായി 10 ദിവസത്തെ കൊടിയേറ്റുത്സവമാണ് ക്ഷേത്രത്തിലുള്ളത്. കൂടാതെ ശ്രീരാമനവമി, രാമായണ മാസാചരണം, എല്ലാ മാസത്തിലെയും അമാവാസി നാളുകൾ എന്നിവയും വിശേഷമാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള വഴിപാടുകൾ എന്ന് പറയുന്നത് ഇവിടെ ചതുശത നിവേദ്യം ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. അതേപോലെ തന്നെ പാൽപ്പായസം, അതേപോലെ തന്നെ പിന്നെ ഗണപതി ഹോമം, അതുപോലെ കൽക്കണ്ടം, കദളിപ്പഴം നിവേദ്യം, ഇങ്ങനെയുള്ള വഴിപാടുകളും ഭക്തരെ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലം പണ്ട് ഘോരവനമായിരുന്നു. കപില മഹർഷി അടക്കമുള്ള പല പുണ്യ ഋഷീശ്വരന്മാരും ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നു. സമീപത്ത് തന്നെയുള്ള ഒരു ഗുഹയിലാണ് ഇവർ തപസ് അനുഷ്ഠിച്ചിരുന്നത്. എന്നാൽ പല കാലത്തായി ഇവിടെ എത്തിച്ചേർന്ന രാക്ഷസന്മാർ അവർക്ക് ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടാക്കി. ആ സമയത്താണ് ശ്രീരാമ ലക്ഷ്മണന്മാർ ഇതുവഴി കടന്നുപോയത്. സീതാന്വേഷണത്തിനായി ലങ്കയിലേക്ക് പോകുന്ന വഴിക്കാണ് ഇരുവരും ഇവിടെ എത്തിയത്. വിവരമറിഞ്ഞ കപില മഹർഷി മറ്റ് ഋഷിമാർക്കൊപ്പം വന്ന് ഇരുവരെയും യഥാവിധി പൂജിച്ച് ആനയിച്ചു. തങ്ങളെ ഉപദ്രവിക്കുന്ന രാക്ഷസന്മാരെ പറ്റി അവർ ഇരുവരെയും ബോധിപ്പിച്ചു. തുടർന്ന് രാക്ഷസന്മാരെ വകവരുത്താനായി ശ്രീരാമൻ അനുജനെ പറഞ്ഞുവിട്ടു. മഹർഷിമാർ ലക്ഷ്മണനെ അനുഗമിച്ചു. രാക്ഷസന്മാർ വളരെ ദൂരെ നിന്ന് തന്നെ അവരുടെ വരവ് കണ്ടു. ലക്ഷ്മണനെ കണ്ടതോടെ രാക്ഷസന്മാർ ആയുധമെടുത്ത് പോരാടാൻ തുടങ്ങി. എന്നാൽ നിമിഷ നേരം കൊണ്ട് ലക്ഷ്മണൻ അവരെയെല്ലാം വകവരുത്തി. മുനിമാർ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണൻ വിജയക്കൊടി പാറിച്ച സ്ഥലം വിജയാദ്രി എന്നറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് വിജയാദ്രി മലയാളീകരിച്ച് വെന്നിമലയായി. ഈ ക്ഷേത്രം ഭാസ്കര രവിവർമ്മൻ, ചേരമാൻ പെരുമാൾ എന്നറിയപ്പെട്ട ഭാസ്കര രവിവർമ്മൻ രാജാവാണ് പണികഴിപ്പിച്ചത് എന്നാണ് ഐതിഹ്യം. അദ്ദേഹം ഏതാണ്ട് 8-ാം നൂറ്റാണ്ടിൽ ആണ് ജീവിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏതാണ്ട് 1200 വർഷത്തെ പഴക്കമാണ് ഈ ക്ഷേത്രത്തിന് കരുതപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൽ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം കഴിഞ്ഞാൽ 28 ദിവസവും കൂത്തും കൂടിയാട്ടവും നടന്നിരുന്ന ഒരു കൂത്തമ്പലം, അത് നാലമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് കൂത്തമ്പലം. അപ്പോൾ അത്
മിക്കവാറും ക്ഷേത്രങ്ങളിലെല്ലാം നാലമ്പലത്തിന് പുറത്തായിട്ടാണ് കൂത്തമ്പലം കാണപ്പെടുക. പക്ഷേ ഈ ക്ഷേത്രത്തിൽ നാലമ്പലത്തിനോട് ചേർന്ന് തന്നെയുള്ള കൂത്തമ്പലം എന്നുള്ള പ്രത്യേകതയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന മിഴാവ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മിഴാവുകളിൽ ഒന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതയും ഈ കൂത്തമ്പലത്തിലെ മിഴാവിനുണ്ട്. അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് തെക്കു ഭാഗത്തായിട്ട് ക്ഷേത്രത്തിൽ നിന്നും അഭിഷേക തീർത്ഥം ഒഴുകിയെത്തുന്ന ഒരു തീർത്ഥക്കുളം ഉണ്ട്. ആ തീർത്ഥക്കുളത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥലപുരാണത്തിൽ പറയുന്നത് വിജയാചല തീർത്ഥേഷു സ്നാത്വാ ഭക്ത്യാ പിതൃക്രിയ കരോതി മനുജോയസ്തു ഗയാശ്രാദ്ധ ഫലം ലഭേൽ. അതായത് വിജയാചലം, വിജയാദ്രി എന്നാണ് വെന്നിമലയുടെ സംസ്കൃതത്തിലുള്ള പേര്. ആ വിജയാചലത്തിലെ തീർത്ഥക്കുളത്തിൽ ഭക്തിപുരസരം സ്നാനം ചെയ്ത് പിതൃകർമ്മം അനുഷ്ഠിക്കുന്ന മനുഷ്യനെ ഗയാശ്രാദ്ധ ഫലം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതായത് 12 തലമുറ പിതൃകർമ്മം ചെയ്തതിൻ്റെ പുണ്യം വെന്നിമലയിലെ ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ വന്ന് പിതൃതർപ്പണം ചെയ്താൽ ലഭിക്കും എന്നാണ് ഐതിഹ്യം പറയുന്നത്. സംഗീത സാമ്രാട്ടായിരുന്ന ഷഡ്കാല ഗോവിന്ദമാരാർ 6 കാലത്തിൽ പാടിയിരുന്ന സ്വാതി തിരുനാളിനെ പോലും അത്ഭുതപ്പെടുത്തിയ ത്യാഗരാജസ്വാമികൾ എന്തരോ മഹാനുഭാവുലോ എന്ന് പ്രകീർത്തിച്ച ഷഡ്കാല ഗോവിന്ദമാരാരുടെ മാതൃഭവനം ഈ ക്ഷേത്രത്തിന് തൊട്ട് വടക്കു ഭാഗത്തായിട്ടാണ്. പുളിക്കൽ മാരാത്ത് അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരാണ് ഇപ്പോഴും ക്ഷേത്രത്തിലെ സംബന്ധി ജോലികൾ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലവും അതേപോലെ തന്നെ അദ്ദേഹത്തിന് സ്വാതി തിരുനാൾ രാജാവ് സമ്മാനിച്ച പൊന്നിടയ്ക്ക ക്ഷേത്രത്തിൽ ഏതാണ്ട് ഒരു 50 കൊല്ലം മുൻപ് വരെ ഇവിടുത്തെ സോപാന സംഗീതത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ ഉപയോഗിച്ചിരുന്നു. മക്കളെ, ഈശ്വരനോട് ഭക്തി വേണം എന്നമ്മ പറയുമ്പോൾ വെറും പ്രാർത്ഥന മാത്രമല്ല അർത്ഥമാക്കുന്നത്. ഒരിടത്ത് മാറിയിരുന്ന് ഈശ്വരനെ വിളിച്ച് കരയുന്നത് മാത്രമല്ല അവിടുത്തോടുള്ള പ്രേമം. അവിടുത്തെ സാന്നിധ്യം സർവ്വ ജീവരാശികളിലും ദർശിക്കുവാൻ സാധിക്കണം. മറ്റുള്ളവരോട് കാട്ടുന്ന കാരുണ്യം, പുഞ്ചിരി, ഇതൊക്കെയും ഈശ്വരനോടുള്ള പ്രേമത്തെ, ഭക്തിയെയാണ് കാണിക്കുന്നത്.